ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചീരയിലയും ഫ്ലാക്സ് സീഡും ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു ഹെൽത്തി ചപ്പാത്തിയുടെ റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ കറിയും കൂടിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ഇതുണ്ടാക്കാനായിട്ട് ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങൾ വളരെയധികമുണ്ട്. ഇത് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനുമൊക്കെ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. 2 ടേബിൾ സ്പൂണ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചീരയിലയാണ്. ചീരയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഡെയിലി ഭക്ഷണത്തിൽ ഒരു പിടി ചീര ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഈ ചപ്പാത്തിയിൽ ഞാൻ ചീരയുടെ ഇല മാത്രമാണ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 1 പിടിയോളം ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് ബേസൻ അല്ലെങ്കിൽ കോൺ മീൽ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡും അല്പം ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഓമം അല്ലെങ്കിൽ അയമോദകം. നല്ല ഒരു ഫ്ലേവർ കിട്ടും, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണ്. 1 പിടി ചീരയിലയും കൂടി ഇട്ടിട്ടുണ്ട്, അല്പം മല്ലിയിലയും കൂടി ആകാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് കുറച്ച് കട്ടിയായിട്ട് തന്നെ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിച്ചൊഴിക്കണം. ചീരയിലയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അതുകൊണ്ട് വെള്ളം കുറച്ചൊഴിച്ച് കുറച്ച് കട്ടിയായിട്ട് തന്നെ പരത്തിയെടുത്ത് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഈ നേരത്ത് നമുക്ക് കറി ഉണ്ടാക്കാം. കറി ഉണ്ടാക്കാനായിട്ട് 1 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു വലിയ സവാള. ഇത് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ 3 ടൊമാറ്റോ കൂടി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളകും കൂടി. ഈ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതിലും എളുപ്പത്തിൽ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ വേണ്ടിയ ഒരു കറി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അത്ര ഈസിയാണിത്. ചെറിയ കുട്ടികൾക്ക് വരെ പരീക്ഷിക്കാവുന്ന ഒരു കറിയാണിത്. ടൊമാറ്റോയും കൂടി സ്ലൈസ് ചെയ്തെടുക്കാം. 1-2 പച്ചമുളക് എടുക്കാം. ഞാൻ 1 പച്ചമുളകാണ് എടുത്തത്, അത് നല്ല എരിവുള്ളതാണ്. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതൊരു നാടൻ കറിയാണ്, അപ്പോൾ വെളിച്ചെണ്ണയാണല്ലോ കൂടുതൽ നല്ലത്. എണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇതിൽ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സവാള ചേർക്കാം. സവാളയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, കൂടുതൽ നേരമൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തന്നെ സവാളയുടെ കളറൊക്കെ മാറി. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി, വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ടൊമാറ്റോ ചേർക്കാം. ഇത് നല്ല നാടൻ ഫ്രഷ് ടൊമാറ്റോയാണ്, അതുകൊണ്ട് കറി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരിക്കും. കുറച്ച് പുളിയുണ്ട്. ടൊമാറ്റോ നന്നായി ഇളക്കിയ ശേഷം ഇതുപോലെ അടച്ചു വെച്ചാൽ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റും. എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ടൊമാറ്റോ ഏകദേശം വെന്തതാണല്ലോ, എന്നാലും 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ഒരു സാധനം കൂടി ചേർക്കണം. ഈ വെള്ളം ഒന്നിപ്പോൾ വറ്റിയിട്ടുണ്ട്. ഇതിൽ ചേർക്കേണ്ടത് മുട്ട. 1 കോഴിമുട്ടയാണ് ഇതിൽ ചേർക്കാൻ പോകുന്നത്. 1 കോഴിമുട്ട കൊണ്ട് ഒരു ഫാമിലിക്ക് കഴിക്കാൻ പറ്റിയ കറിയാണിത്. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത്രയും കറിയുണ്ട്. വെറും സാധാരണ ഒരു ടൊമാറ്റോ കറിക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് ഈ 1 മുട്ട ചേർത്തത്. ഈ 1 മുട്ട കൊണ്ട് ഈ കറിക്ക് അപാര ടേസ്റ്റാണ് വരുന്നത്. പൂരിക്കും ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ നല്ലൊരു കറിയാണിത്. കുറച്ച് മല്ലിയില കൂടി ചേർത്തപ്പോൾ നല്ലൊരു മണവും കിട്ടി. അപ്പോൾ ഈ കറി എത്ര എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നുള്ളത് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഇതിൽ മസാല വളരെ കുറച്ചാണ് യൂസ് ചെയ്തത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ കറി ഭയങ്കര ഇഷ്ടമായിരിക്കും. കാഴ്ചയിൽ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ, അതുപോലെ തന്നെ ടേസ്റ്റും. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിട്ട് ഉണ്ടാക്കി നോക്കിക്കേ, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഈ മാവിൽ ആട്ടമാവിനോടൊപ്പം ഞാൻ കോൺ മീലാണല്ലോ ചേർത്തത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓട്സ് പൊടിച്ച് ചേർക്കാം, അവൽ പൊടിച്ച് ചേർക്കാം, അല്ലെങ്കിൽ പൊരി പൊടിച്ച് ചേർക്കാം. പിന്നെ ഏതെങ്കിലും ഡാൽ വർഗ്ഗങ്ങളൊക്കെ പൊടിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിഗ്രെയിൻ ചപ്പാത്തി ഉണ്ടാക്കാം.
ഇതിൽ 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ്ക്ക് പകരമായിട്ട് ബട്ടറോ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും സ്ക്വയറോ റൗണ്ടോ എന്താണ് ഇഷ്ടം അതുപോലെ ഷേപ്പ് ഉണ്ടാക്കാം. ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നല്ല ചൂടായി കിടക്കുന്ന തവയിലിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ല് നല്ല ചൂടുണ്ടായിരിക്കണം. അപ്പോൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് വേകുകയും ചെയ്യും, ഫ്ലഫി ആയിട്ട് പൊങ്ങി വരികയും ചെയ്യും. ഒരല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യും ഓയിലും ബട്ടറുമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ നെയ്യ് ചേർക്കുന്നുള്ളൂ. മറുഭാഗത്ത് വേണമെങ്കിലും നെയ്യ് ചേർക്കാം. കുറച്ച് ഹെൽത്തും കൂടി നോക്കണമല്ലോ. 2 വശവും നന്നായി പ്രസ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഈ ചപ്പാത്തി വെറും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമല്ല, ചായയോടൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഫ്ലാക്സീഡും ചീരയിലയും ഒക്കെ ചേർത്തതല്ലേ. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. ഈ ഒരു ചപ്പാത്തിയിൽ നമ്മൾ എന്തുമാത്രം ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചോ. ഫ്ലാക്സീഡ് അത് എല്ലാവർക്കും 1-2 ടേബിൾ സ്പൂൺ ദിവസവും കഴിക്കാവുന്നതാണ്. ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡും ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചീരയിലയും. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വെറും ആട്ടമാവല്ലാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചപ്പാത്തി ഉണ്ടാക്കി നോക്കൂ. കുറേ അധികം എണ്ണയും ഉപ്പും ചേർക്കാനാണ് നമുക്കിഷ്ടം. എന്നാൽ ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കൂടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.